എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ദൈവത്തെ ഒത്തിരി സ്തുതിക്കാനുണ്ട്. യേശുവിന് മഹത്വം. 2023 ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മ. ഇനി നമ്മൾ പുതിയ വർഷത്തിൽ ആണ് ഈ പ്രാർത്ഥന തുടരുന്നത്. ഇതുവരെ സഹകരിച്ച് ഈ വർഷത്തിലെ ഈ എല്ലാ പ്രാർത്ഥനകളിലും സഹകരിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയും കൂട്ടായ്മയും ഞങ്ങൾക്ക് ഈ വർഷം ഈ ശുശ്രൂഷ ഭംഗിയായി ചെയ്യാൻ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം തരികയും നിങ്ങളുടെ കൂട്ടായ്മയും ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. നമുക്ക് ഒരുമിച്ച് നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായതുകൊണ്ട് നമുക്ക് ദൈവഭവനം പണിയാം. മാത്രമല്ല ഇനിയുള്ള നാളുകളിൽ കർത്താവിനോട് കൂടുതൽ പറ്റിച്ചേർന്നിരുന്ന് കൂടുതൽ അഭിഷേകത്തോടെ ഒരു ഉണർവോടെ പുതിയ വർഷത്തിൽ ഒരു പുതിയ തുടക്കത്തിനായി കർത്താവ് നമുക്ക് ധാരാളം കൃപ നൽകട്ടെ. ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് യോർദാൻ്റെ ആ കടവിൽ വന്ന് ആ സമയത്ത് യോശുവ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. അപ്പോൾ പുതിയൊരു വഴിയിലൂടെ യാത്ര ചെയ്യാൻ പോവുകയാണ്. യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്ത് ഇതുപോലെ നമ്മൾ ഇതുവരെയും പോകാത്ത ഒരു വഴിയിലോട്ട് കയറാൻ പോവുകയാണ്. 2024 എന്ന അനുഗ്രഹം, നമ്മുടെ കഴിഞ്ഞ നാളുകൾ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ മുഴുവനും മറുപടി വച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭാവി, വീടിൻ്റെ പണി, വീടിൻ്റെ സമൃദ്ധി, സമാധാനമുള്ള വീടിൻ്റെ അന്തരീക്ഷം, പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി, ആത്മാക്കളുടെ വിടുതൽ, സഭയുടെ വളർച്ച എന്ന് വേണ്ട നമ്മൾ ഈ വർഷം 21 ദിവസത്തെ പ്രാർത്ഥന, മറ്റനവധി പ്രാർത്ഥനകളിൽ വിശ്വസിച്ചതും പ്രാർത്ഥിച്ചതും പ്രവാചകന്മാരോ നമ്മോട് പറഞ്ഞ പ്രവചനങ്ങളും എല്ലാറ്റിൻ്റെ നിവർത്തി കാണാൻ ഇതുവരെ പോകാത്തൊരു വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. നാം നമ്മെ തന്നെ കർത്താവേ പുതിയ വർഷത്തിലേക്ക് കാലുകുത്തുന്നതിന് മുമ്പ് ഞങ്ങളെ ശുദ്ധീകരണത്തിനായി ഒരു വിശുദ്ധിക്കായി സമർപ്പിക്കണം. അങ്ങയുടെ രക്തം കൊണ്ട് കഴുകണമേ. പുതിയ വർഷം മറ്റുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമാകണം. എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. യേശുവേ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ ചിന്തകളെല്ലാം യേശുവിൻ്റെ രക്തത്താൽ പരിപാവനമാകാൻ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്നു. ഞങ്ങളെ മാറ്റിമറിക്കണമേ. കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശു കർത്താവിനെ ആരാധിക്കാം. നന്ദിയോടെ ആരാധിക്കാം നല്ലവനെ, ആരാധിക്കാം നന്ദിയോടെ ജീവിച്ചിടാം യേശുവിനാ ജീവിച്ചിടാം. പാടാനും പറയാനും
പാപത്തിനടിമയായി തല താഴ്ത്തി നിന്ന എന്നെ അൻപുള്ള കൺകൾ കണ്ടേ. ചങ്കിലെ ചോരയാ മറുവില നൽകിയെന്നെ യജമാനൻ സ്വന്തമാക്കിയേ. ഓ പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. പാടാനും പറയാനും പുകഴാനും പാടാനും പറയാനും പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. എഫേസ്യ ലേഖനത്തിൽ ഒടുവിൽ കർത്താവിലും, അതായത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒടുവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. 2, പിശാചിൻ്റെ പദ്ധതികളോട് എതിർക്കാൻ ആയുധങ്ങൾ കയ്യിലെടുക്കണം, സർവായുധവർഗം ധരിക്കണം. അടുത്തത്, ജഡരക്തങ്ങളോട് വഴക്കിന് പോകരുത്, മനുഷ്യരോട് ആരോടും പിണങ്ങരുത്. വീട്ടിലെ അമ്മായിയമ്മയോടോ നാത്തൂനോടോ അപ്പനോടോ അമ്മയോടോ അയൽവാസികളോടോ ആരോടും പിണങ്ങാനും വഴക്കിനും പോകരുത്. ഇതിൻ്റെ പുറകിൽ, നിങ്ങൾക്കും എനിക്കും വരുന്ന പ്രശ്നങ്ങളുടെ പുറകിൽ മുഴുവനും പിശാചാണ് എന്നുള്ളൊരു സത്യത്തിലേക്കാണ് പൗലോസ് ഈ ലേഖനത്തിൽ കൊണ്ടുവരുന്നത്. നമുക്ക് യുദ്ധമുള്ളത് വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. ഇതിങ്ങനെ പരന്നു കിടക്കുകയാണ് 30 കോടിയായിട്ട്. 3-1 ദൂതന്മാർ വീണുപോയി. ലൂസിഫർ വീണ കൂട്ടത്തിൽ 3-1 ദൂതന്മാരും വീണുപോയി. അവരൊറ്റക്കെട്ടായി നിന്ന് ദൈവത്തിനെതിരെ മത്സരിച്ചവരെ എല്ലാം അടിച്ച് ദൈവം താഴെ കളഞ്ഞു. അവരായിരുന്നു പിന്നത്തേതിൽ ഭൂമിയിൽ നിറഞ്ഞത്. അവരായിരുന്നു മനുഷ്യൻ്റെ പുത്രിമാരെ വിവാഹത്തിനെടുത്തത്. അങ്ങനെ പല കാര്യങ്ങളും മനുഷ്യനെ മറിച്ചു കളയുക എന്ന ഒരു അജണ്ട തന്നെ പിശാചിട്ടു. ആദാമിനെ ഹൗവയെ മറിച്ചു, പിന്നീട് വന്ന രാജാക്കന്മാരെ മറിച്ചു, ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകന്മാരെ മറിച്ചു, വിശ്വാസ വീരന്മാരായ ശിംശോൻ പോലെയുള്ളവരെ മറിച്ചു കളഞ്ഞു, പ്രവാചകന്മാരെ മറിച്ചു. മാത്രമല്ല, പുരോഹിതവർഗം, ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സ്വന്തമെന്ന് പറയുന്ന പുരോഹിതന്മാർ കാഴ്ചയപ്പത്തിൻ്റെ മേശമേൽ ഛർദ്ദിച്ചെന്നാണ് യെശയ്യാ പ്രവചനത്തിലും മറ്റുള്ള ഭാഗങ്ങളിലും കാണുന്നത്. അതുപോലെ എല്ലാവരെയും മറിച്ചു കളഞ്ഞു. എന്നാൽ മറിച്ചു കളയാത്ത ഒരുവൻ വന്നു. ഇവനെ അടിച്ച് താഴെയിട്ട യേശു കർത്താവ് തന്നെ, ദൈവം മനുഷ്യനായി വന്ന് ഇവൻ്റെ തലയെ തകർത്ത് ഇവൻ്റെ കയ്യിലുള്ള അധികാരം പിടിച്ചു വാങ്ങി തൻ്റെ മക്കളോട് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കും, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ആ തൻ്റെ മക്കളോട് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നു, എതിർക്കണം. ഇവൻ്റെ ആക്രമണം ഇനിയും തുടരും. ഭൂമിയുള്ള കാലത്തോളം, ഇവനുള്ള കാലത്തോളം, ഇവനെ ചങ്ങലക്കിടും വരെ, ഇവനെ തീപ്പൊയ്കയിൽ നരകത്തിൽ തള്ളും വരെ
കഴിയുമെങ്കിൽ ഇവൻ വൃതന്മാരെ തകർക്കാൻ നോക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആയുധവർഗം ധരിച്ച് ഇവനെതിരെ പടപൊരുതണം. നിർഭാഗ്യമെന്ന് പറയട്ടെ, പിശാചിനോട് പടപൊരുതുന്ന വിശ്വാസികളുടെ എണ്ണം കുറവാണ്. പട മൊത്തം വീട്ടിലുള്ളവരോടാ, പട മൊത്തം മനുഷ്യരോടാണ്. അവരെങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവരെ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഇവരോടല്ല നമുക്ക് യുദ്ധം. ഇതിൻ്റെ പുറകിലുള്ള അന്ധകാര വ്യാപാരത്തെ തിരിച്ചറിയണം. നമ്മുടെ ശരീരത്തിലുള്ള വൈറസുകളെ കാണണമെങ്കിൽ നമ്മൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം വെച്ച് നോക്കണം. ഒരിക്കൽ യൂട്യൂബിൽ കിടപ്പുണ്ട്, ഒരു ഈച്ച മുട്ടയിടുന്നു, നിറയെ പുഴു ഈച്ചയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുന്നു, അത് വിരിഞ്ഞ് പുഴുക്കളായിട്ട്. അപ്പൊ ആ ഈച്ച ഒരു ഭക്ഷണത്തിൽ വന്നിരിക്കുന്നതാണ് മൈക്രോസ്കോപ്പിലൂടെ കാണുന്നത്. അത് യൂട്യൂബിൽ ഇട്ടേക്കാണ്. അത് കണ്ടാൽ പിന്നെ നമ്മൾ ഈച്ചയെ കണ്ടാൽ നമ്മൾ ഛർദ്ദിക്കും. കാരണം ഈ ഈച്ച വന്ന് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ആ ഈച്ച എന്തൊക്കെ കാര്യം ചെയ്യുന്നുവെന്ന് നമ്മൾ അറിയുന്നില്ല, വെറുതെ ഇരിക്കുന്നതാണ്. അല്ല, അവൻ പല പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയാത്ത മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ പിശാച് ചെയ്യുന്നുണ്ട്. ഇതിനെ തിരിച്ചറിയാൻ വചനമില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടില്ലാതെ നമുക്ക് കഴിയില്ല. അരാം രാജാവ് ഇസ്രായേൽ മക്കളെ നശിപ്പിക്കാൻ പല വഴിയിലൂടെയും സൈന്യത്തെ അയച്ചു. എന്നാൽ ആത്മക്കണ്ണ് തുറന്ന ഏലീശ അവിടെ ഉണ്ടായിരുന്നു. ഏലീശ ഈ കാര്യം പ്രാർത്ഥനാ മുറിയിൽ കാണും. അരാം രാജാവ് കിടക്കറയിൽ പറയുന്നത് പോലും ഈ ഏലീശക്ക് മനസ്സിലാകും. ഇതാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത. സംഭവിക്കാൻ പോകുന്ന കാര്യം സംഭവിക്കുന്നതിന് മുമ്പേ നേരത്തെ വെളിപ്പെട്ട് കിട്ടുന്നവർ സഭയിൽ ധാരാളം എഴുന്നേൽക്കുമെങ്കിൽ ഒരു വിഷയം വരുന്നതിന് മുമ്പേ അതിനെ കണ്ടുപിടിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരു നിമിഷം നമ്മളത് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അനർത്ഥം അത് വരുന്നതിന് മുമ്പ് കണ്ടുപിടിച്ച് കൈകാര്യം ചെയ്യാൻ, സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാനുള്ള വെളിപ്പാടുകൾ തരണമേ. എല്ലാവരും ഒന്ന് കൈ ഉയർത്തിയേ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആ കൃപ ധാരാളം വേണം. ഞങ്ങളുടെ വീട്ടിൽ വരാൻ സാധ്യതയുള്ള, ഞങ്ങളുടെ കുടുംബത്തിൽ വരാൻ സാധ്യതയുള്ള, കൂട്ടായ്മയിൽ വരാൻ സാധ്യതയുള്ള പിശാചിൻ്റെ ചതിയെ നേരത്തെ കണ്ടുപിടിച്ച് അതിനെ തകർത്ത് കളയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പാടിൻ്റെ കലവറ തുറക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഏലീശ പ്രവാചകൻ ഇത് പറയുമ്പോൾ രാജാവ് ആ സ്ഥലത്തേക്ക് സൈന്യത്തെ അയച്ച് അതിലൂടെ വരുന്ന മറ്റേ സൈന്യത്തെ ആക്രമിച്ച് തോൽപ്പിച്ച് ഓടിക്കും, അല്ലെങ്കിൽ കൊന്നുകളയും. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. അരാം രാജാവ് തോറ്റുപോയി ഒറ്റ മനുഷ്യൻ നിമിത്തം. ഇതാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സാത്താൻ്റെ തന്ത്രങ്ങളെല്ലാം വെളിപ്പെട്ട് വരും. വീട്ടിൽ ഒരു അപകട മരണം വരാൻ പോകുന്നത് നേരത്തെ അറിയും. വർഷങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്ത് 10 സെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ, പ്രസംഗിക്കാൻ ഞാൻ പോയി. എൻ്റെ കൂടെ പാസ്റ്റർ സൈമൻ ഉണ്ട്, ബാംഗ്ലൂർ. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന കാലം. അന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. 91, 92, 93 കാലയളവിലാണ്. ആ സമയത്ത് മുണ്ടക്കയത്ത് ആ ചർച്ചിൽ എൻ്റെ കൂടെയുള്ള ബ്രദർ സൈമൻ എന്ന് പറഞ്ഞ അസാധാരണ വെളിപ്പാടുള്ള മനുഷ്യനാണ്. സംഭവിക്കാൻ പോകുന്നത് നേരത്തെ ദൈവം കാണിച്ചു കൊടുക്കും. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഞാനൊരു കാഴ്ച കാണുന്നു. ഈ ചർച്ചിലെ ഒരു സഹോദരി പാമ്പ് കടിയേറ്റ് മരിക്കാൻ പോകുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകോർക്കാം. ആ പാമ്പിനെ കണ്ടുപിടിക്കാൻ, അത് കടിക്കുന്നതിന് മുമ്പ് അതിനെ കണ്ടെത്തി അതിനെ നശിപ്പിക്കാനുള്ള കൃപയുണ്ടാകണം. എല്ലാവരും എഴുന്നേറ്റു, കൈകോർത്തു. കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്തു, അതിനെ ശാസിച്ചു. അതൊരു ശനിയാഴ്ചയായിരുന്നു. ഞായറാഴ്ച സഭായോഗം. അപ്പോൾ ഒരു ചെറിയ ചർച്ച. ആ സഭായോഗത്തിന്
മുണ്ടക്കയം എന്ന് പറഞ്ഞാൽ റബ്ബറും തോട്ടത്തിൻ്റെ നടുക്കാണ് ഈ 10 സെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഈ ചർച്ച്. കാടും മലയുള്ള ഒരു സ്ഥലം. അതിനടുത്ത് ഒരു സ്ഥലമുണ്ട് കോരിത്തോട്. അപ്പോൾ സാക്ഷ്യത്തിൻ്റെ സമയത്ത് കോരിത്തോട്ടുകാരിയായ ഒരു സഹോദരി എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുകയാണ്. അപ്പോൾ ആ സാക്ഷ്യത്തിൽ പറയുകയാണ്, ദൈവം എനിക്ക് വേണ്ടിയാണ് ആ മരണത്തെ മാറ്റിയത്. ഇന്നലെ ഈ ദൈവദാസൻ കണ്ട കാഴ്ച എൻ്റെ വീടിനോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ സൗകര്യം പറയുകയാണ്, എൻ്റെ ഒരു കൊച്ചു വീടാണ്, ഒരു ചരിവിൽ ആണ് ആ വീട് വെച്ചിരിക്കുന്നത്. ഒരു മലയുടെ ചരിവിലാണ്, ഒരു കാപ്പിത്തോട്ടത്തോട് ചേർന്നാണ്. അപ്പോൾ എൻ്റെ വീടിനോട് ചേർന്ന് ഈ മരങ്ങളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് ഇന്ന് ഞായറാഴ്ച രാവിലെ സഭായോഗത്തിന് വരാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പരിപാടി ചെയ്തു. വിളക്ക് കത്തിച്ച് അലമാരി തുറക്കാൻ ചെന്നപ്പോൾ എന്നോട് ആരോ പറയുന്നു, അലമാരിയുടെ മുകളിലാണല്ലോ പലരും താക്കോൽ വെക്കുന്നത് മിക്കവാറും. അപ്പോൾ അലമാരിയുടെ മുകളിലോട്ട് കൈ വെക്കരുത് എന്ന് ആരോ പറയുന്നു. ഈ സഹോദരിക്ക് അറിയില്ല ഇത് പരിശുദ്ധാത്മാവാണ്. വീണ്ടും ചെന്നപ്പോൾ കൈ ആരോ വലിക്കുന്നു, കൈ വെക്കരുത്. മൂന്നാമത് ഇങ്ങനെ ഉണ്ടായി. ഉടനെ ഈ സഹോദരി വിളക്ക് കത്തിച്ച് എന്താണ് ഈ അലമാരിയുടെ മുകളിൽ എന്ന് നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു വലിയ മൂർഖൻ പാമ്പ് ഈ താക്കോലിൻ്റെ ചുറ്റും ഇങ്ങനെ കിടക്കണം. എങ്ങനെ കൈവച്ചാലും കൊത്ത് കിട്ടും. ആ വീട്ടിലുള്ളവരോടും അടുത്തുള്ളവരോടും പറഞ്ഞു. അവർ വന്ന് ഇതിനെ തല്ലിക്കൊന്നു. അപ്പോൾ വലിയൊരു മരണം മാറിപ്പോയി. എന്തിനു വേണ്ടിയാണ് സഭയിൽ ദൈവം ഈ വക വെളിപ്പാടുകൾ വെക്കുന്നത്? ഇത് ശത്രുവിൻ്റെ തന്ത്രം. ആ ദൈവദാസൻ അന്ന് പറഞ്ഞു, ഈ മരണം പിശാച് കൊണ്ടുവരുന്നതാണ്, അതിനൊരു പാമ്പിനെ ഉപയോഗിക്കുന്നു. ഇതുപോലെ തന്നെ റോഡ് അപകടങ്ങൾ, അറുക്കുക, മുടിക്കുക, കൊല്ലുക, ഇത് പിശാചാണ്. പിശാചിൻ്റെ ആ തീയമ്പുകളെ നമ്മൾ കാണണം, ഇതിനെ ആക്രമിക്കണം. ഇതിന് നമ്മുടെ ആത്മകണ്ണ് തുറക്കണം. നമ്മുടെ കണ്ണ് തുറന്നില്ലെങ്കിൽ നാം ഒത്തിരി അപകട കെണികളിൽ പോയി ചാടും. അതുകൊണ്ട് ദുർദിവസങ്ങൾ വരും, അപകട ദിവസങ്ങൾ വരും. 2024 അപകടങ്ങൾ കൂടാം, അനർത്ഥങ്ങൾ കൂടാം. എന്നാൽ കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ആശ്രയിക്കുന്ന, ശക്തിപ്പെടുന്ന ഒരു വ്യക്തിയെയും ഒരു ദുഷ്ടനും തൊടുകയില്ല. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമായിരിക്കും. അപ്പൊ നീതിമാനാണോ, അവന് ഒത്തിരി പ്രശ്നമുണ്ടാകും. എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ പുറത്തു കൊണ്ടുവരും. അതിൻ്റെ അർത്ഥം യേശുവിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നത്തിൽ നിന്നും നമ്മൾ പുറത്തു വരും, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും പുറത്തു വരും, എല്ലാ അപകടത്തിൽ നിന്നും പുറത്തു വരും, എല്ലാ രോഗത്തിൽ നിന്നും പുറത്തു വരും, എല്ലാ മരണസാധ്യതകളിൽ നിന്നും പുറത്തു വരും, എല്ലാ പിശാചിൻ്റെ ആക്രമണത്തിൽ നിന്നും പുറത്തു വരും. കാരണം നാം ദൈവത്തിൻ്റെ പ്രത്യേകം തെരഞ്ഞെടുപ്പാണ്. നാം പരാജയപ്പെട്ടാൽ അത് ദൈവനാമത്തിന് മഹിമയല്ല. നാം വിജയിക്കുമ്പോൾ ദൈവരാജ്യമാണ് വിജയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജയം ദൈവത്തിൻ്റെ ജയമാണ്. നമ്മുടെ പരാജയം അത് ദൈവരാജ്യത്തിന് നഷ്ടമാണ്. അപ്പോൾ നാം തോറ്റുപോകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് ഒരു ദൈവസഭയുടെ അംഗമെന്ന നിലയിൽ നമുക്ക് വേണ്ട കൃപകളും നമുക്ക് വേണ്ട വരങ്ങളെല്ലാം പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. പുതിയ വർഷത്തിൽ ഈ ഭാഗത്തിൻ്റെ ബാക്കി ഭാഗവും മറ്റുള്ള കാര്യങ്ങളും ചിന്തിച്ച് നമുക്ക് കർത്താവിന് വേണ്ടി വളരെയധികം ഫലം കായ്പാൻ കൂടുതൽ കർത്താവ് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഈ വർഷം മുഴുവനും അങ്ങിൽ ആശ്രയിക്കാനും അങ്ങിൽ വിശ്വസിക്കാനും കഴിഞ്ഞതൊരു പദവിയാണ്. അങ്ങ് തരുന്ന പുതിയ വർഷത്തിനായി സ്തോത്രം. പുതിയ വർഷത്തിൽ നന്മകൾ കാണാൻ ഈ മക്കളെ സഹായിക്കണം. ഇവർ പ്രാർത്ഥിച്ചതും ഇവർ കാത്തിരുന്നതും ഇവർ കണ്ണുനീരൊഴുക്കിയതും ആ എല്ലാ പ്രാർത്ഥനയുടെയും മറുപടി 2024 എന്ന ആ പുതിയ വർഷത്തിൽ, അനുഗ്രഹ വർഷത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ വരട്ടെ. സൗഖ്യം, സമാധാനം, ഉയർച്ച, മാന്യതകൾ, പുരോഗതികൾ, അഭിവൃദ്ധികൾ
ഇതെല്ലാം ഈ മക്കളിൽ ഉണ്ടാകട്ടെ. വെളിച്ചമുണ്ടാകട്ടെ. സമാധാന നദി ഒഴുകട്ടെ. ഈ നന്മകൾ കാണാൻ, നല്ല സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്കിടയാക്കണം. അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വലിയ പ്രവർത്തികളെ നമുക്ക് കാണാൻ കർത്താവ് കൃപ നൽകും. അതുകൊണ്ട് കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും നമുക്ക് ശക്തിപ്പെടാം. ഞായറാഴ്ച രാവിലെ നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന സഭായോഗമുണ്ട്. ആ സഭായോഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ വർഷത്തിലെ ഏറ്റവും ഒടുവിലത്തെ സഭായോഗമാണ്. രാവിലെ 8 മണിക്ക് സൂമിലൂടെയും എല്ലാ നിലയിലും നമുക്ക് കടന്നു വന്ന് യേശുവിനെ, നമുക്ക് ആയുസ് തന്ന, ആരോഗ്യം തന്ന ദൈവത്തെ സ്തുതിക്കാം. അതുകൂടാതെ ഞായറാഴ്ച വൈകിട്ട് ഡിസംബർ 31 രാത്രി ഒരു മീറ്റിംഗ് കൂടിയുണ്ട്. അത് നമ്മൾ പുതിയ വർഷത്തിലേക്ക് കയറുന്നതാണ്. ദൈവം തന്ന ആയുസ്സും ആരോഗ്യത്തെയും ആഘോഷിക്കുവാൻ കർത്താവിൽ പ്രസിദ്ധനായ ഫിന്നി സ്റ്റീഫൻ എന്ന അഭിഷിക്തനായ ദൈവദാസൻ കുടുംബമായിട്ട് ഡിസംബർ 31 രാത്രി നമ്മോടുകൂടെ കൂട്ടായ്മയിലുണ്ട്. എല്ലാവരെയും മീറ്റിങ്ങുകളിലേക്ക് ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവിൻ്റെ ധാരാളമായ കൃപയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.